നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു പീസ് പുലാവാണ് കേട്ടോ. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് ബാസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് പീസാണ്. ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിയെടുത്തതാണ്. ഫ്രോസൺ പീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പുലാവ് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ അതോട് വെള്ളത്തിലെടുത്തിട്ടൊന്ന് കഴുകി എടുത്ത് വയ്ക്കണം. 2 മീഡിയം സൈസ് സവാള യൂസ് ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. പിന്നെ പുതിന ഇല വേണം. തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് വേണം. തേങ്ങാപ്പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ അളവ് ഞാൻ പിന്നീട് പറയാം. ആവശ്യത്തിന് നെയ്യ്, 2 ബേ ലീഫ്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 5 ഗ്രാമ്പു, 5 ഏലക്കായ, ആവശ്യത്തിന് പട്ട, പിന്നെ ഒരു സ്റ്റാർ അനീസ്. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി പുലാവ് തയ്യാറാക്കുന്നതിനായി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൽ ചെയ്യുകയാണെങ്കിൽ പുലാവിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു മണവും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു 2 സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഏതായാലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇതിന് വെജിറ്റബിൾ ഓയിലായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കുക. ഇത് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഗീ ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടും നമ്മുടെ റൈസിന്. ഇനി ഈ ചൂടായ എണ്ണയിലേക്കും നെയ്യിലേക്കും നമുക്ക് ബേ ലീഫും ഹോൾ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സ്പൈസസ് എല്ലാം കരിഞ്ഞു പോവും. പിന്നെ പുലാവിൻ്റെ ടേസ്റ്റേ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ ആയിപ്പോവും. അപ്പോൾ ഏതായാലും മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ സൂക്ഷിച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഫ്രൈ ആയ സ്പൈസസിലേക്ക് നമുക്ക് ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓനിയൻ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അതും അല്ലെങ്കിൽ ഈ ഓനിയൻ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ചെറുതായിട്ട് 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് വഴറ്റിയെടുക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ. ഞാൻ ഏതായാലും ഏകദേശം ഈ ഒരു പരുവത്തിനാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആകാം. പക്ഷേ നമ്മുടെ റൈസിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ഡിഫറെൻ്റ് ആവും, ഒരുപാടൊന്നും മാറില്ല, പ്രോപ്പർ വൈറ്റ് കളർ വരില്ല. ഇതെന്തായാലും ആവശ്യത്തിന് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് പീസാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രോസൺ പീസാണെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ പുലാവ് ചെയ്യുന്നതിന് മുന്നേ വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രഷ് പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പീസ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓണിയനും സ്പൈസസും പീസും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് സോട്ടേ ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സമയമില്ല, അങ്ങനെയാണെങ്കിൽ ഇതൊരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതിയാവും. പക്ഷേ ഞാൻ ഇത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റുന്നുണ്ട്. അത് വഴറ്റി കഴിഞ്ഞാലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്മെല്ലുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് പാതി പുതിന ഇല ചേർത്ത് കൊടുക്കാം. അത് കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും ഇതിന്, കുറച്ചുകൂടെ ഫ്ലേവർ അതിലേക്കൊന്ന് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്യണം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും ആ പച്ച കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് അതിന് വന്നിട്ടുണ്ട്. ഏകദേശം ഇതാണ് പരുവം. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലും 4 കപ്പ് വെള്ളവുമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് റൈസിന് 1:1.5 റേഷ്യോ ആണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ്
വെള്ളം തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്, 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് പശുവിൻ പാലും ബാക്കി 4 കപ്പ് വെള്ളവും എടുക്കാം. ഇല്ല നിങ്ങൾക്കിതൊന്നും വേണ്ട, വെള്ളം മാത്രമേ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ബാക്കി വെച്ചിരിക്കുന്ന പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടുതലായിരിക്കണം കേട്ടോ വെള്ളത്തിൽ, അപ്പോഴേ നമ്മുടെ പുലാവിന് ഉപ്പ് കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത നമ്മളുടെ ബാസ്മതി റൈസ് 3 കപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോ ബാസ്മതി റൈസിനും ചിലപ്പം അളവ് വ്യത്യാസം ഉണ്ടാവും വെള്ളത്തിൻ്റെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ കൂടുതലും 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോ ആയിരിക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ വെന്തതിന് ശേഷമേ നല്ലതുപോലെ മിക്സ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അരിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലൊരു ഹോളുണ്ട്, അപ്പോൾ അതിൽ നിന്ന് പ്രഷർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാമ്പു വെച്ചിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചോറൊന്നും ഉടയാതെ വേണം ഇതൊന്ന് ഇളക്കി നോക്കാൻ. ഇത് കംപ്ലീറ്റ് ആയിട്ടും എനിക്ക് വെന്ത് കിട്ടിയിട്ടില്ല. ഇതിന് ഒരു ചെറുതായിട്ട് ഇപ്പോഴും അരി കടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്നുകൂടെ മൂടിയിട്ട് ഇനി സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് സിമ്മിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളിത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചോറൊന്നും അങ്ങനെ അധികം ഉടയാതെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അത് വലിയ തവി യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഒരു ചെറിയ സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലയോ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ അത് അത്ര ഉടഞ്ഞു പോവില്ല. ഇപ്പോൾ നോക്ക്, നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചോറ് ഒന്നിൽ തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ പുലാവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചത്. നമ്മുടെ പുലാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ലാസ്റ്റ്, പക്ഷേ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും. അപ്പം നെയ്യ് ചേർത്തിട്ട് വീണ്ടും ശ്രദ്ധയോടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ സ്മെല്ലൊന്നും അങ്ങനെ പുറത്തോട്ട് പോവില്ല. ഇനി നമുക്ക് നമ്മുടെ ഡിലീഷ്യസ് പീസ് പുലാവ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ചോറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യം വേവിച്ച് നോക്കുക. മോസ്റ്റ്ലി എല്ലാ ബാസ്മതി റൈസും 1 മണിക്കൂർ സോക്ക് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ വരും കേട്ടോ. അതങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ സിമ്മിലിട്ടിട്ടൊന്ന് മൂടി വെച്ചാൽ മതിയാവും. ഇനി ഒരു പുതിനയില വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ യമ്മി പീസ് പുലാവ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ഇല്ലെങ്കിൽ ഒരു സാലഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിന് സൈഡ് ഡിഷ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ ഓരോ സ്പൂണും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും.